ന്യൂയോർക്കിൽ ഉള്ള ഒരാള് ഇവിടെ വന്നിരുന്നു. അപ്പോൾ വന്നപ്പോൾ അയാളുടെ മകനുണ്ട്. അയാളെ അമ്മയുടെ വീട് തൃശ്ശൂരാണ്, അമ്മയുടെ സിസ്റ്ററുടെ വീട് പാലക്കാടാണ്. അപ്പൊ തൃശ്ശൂർ പാലക്കാടേക്ക് പോയി. ഭയങ്കര ആശ്ചര്യ കുട്ടിക്ക്. കേരളം എന്തൊരു മാറ്റാണ് മാറിയിട്ടുള്ളത്. ന്യൂയോർക്കിനേക്കാളും നല്ല റോഡാണല്ലോ ഇവിടെ കിടക്കുന്നത്. 5 വർഷം 20,000 കോടി രൂപയുടെ റോഡുകൾക്കും പാലങ്ങൾക്കും ഭരണാനുമതി ലഭിക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ്. 20,000 കോടി, അത് കേരളത്തിന്റെ മുഖച്ഛായനെ മാറ്റാൻ വേണ്ടി പറ്റും. മലയോര ഹൈവേ മുഴുവൻ ജില്ലകളിലൂടെയുള്ള കണക്ടിവിറ്റി പൂർത്തിയാക്കും. അത് പൂർത്തിയാക്കൽ ഞങ്ങളുടെ പ്രധാനപ്പെട്ട ടാർഗറ്റായിട്ടുള്ള വർക്കാണ്. മലയോര മേഖലയുടെ വികസനത്തിൽ സുപ്രധാന പങ്ക് വഹിക്കുന്ന തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള മലയോര ഹൈവേ പദ്ധതി പൂർത്തീകരിച്ചിരിക്കും. ഇടതുപക്ഷ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം കേരളത്തിലെ ദേശീയ പാതയുടെ വികസനത്തിൽ വലിയ ഒരു മുന്നേറ്റം തന്നെ നടത്തുവാൻ നമുക്ക് കഴിയും. കുറഞ്ഞ സമയം, വളരെ വർഷങ്ങളായി നഷ്ടപ്പെട്ടത് പലതും തിരിച്ചു പിടിക്കാൻ ഈ ഗവൺമെന്റിന് കഴിഞ്ഞുവെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേട്ടമായി. ദേശീയപാതയുടെ നിർമ്മാണം സംസ്ഥാന കേന്ദ്ര സർക്കാരുകളുടെ ഫണ്ട്, പ്രധാനമായും കേന്ദ്ര സർക്കാരിന്റെ ഫണ്ടാണ് വരുന്നത്. ഈ ഫണ്ട് ലഭ്യമാക്കുന്നതിൽ കഴിഞ്ഞ കാലങ്ങളിൽ ഭരണകർത്താക്കൾ പരാജയപ്പെട്ടു. എന്നാൽ ഇടതുമുന്നണി സർക്കാർ വന്നതിന് ശേഷം ഈ ഫണ്ട് ലഭ്യമാക്കുന്നതിൽ വലിയ വിജയം കൈവരിച്ചിട്ടുണ്ട്. കേന്ദ്ര ഗവൺമെന്റിനെ സമർപ്പിക്കുന്ന പദ്ധതികളുടെ കൃത്യതയും അതിന്റെ ആവശ്യകതയും ബോധ്യപ്പെടുത്തിക്കൊണ്ട് കേന്ദ്രത്തിൽ നിന്നും പരമാവധി ഫണ്ട് വാങ്ങിയെടുത്ത് കേരളത്തിലെ ദേശീയപാതയുടെ വികസനത്തിന് സർക്കാർ വളരെയധികം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന്